നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത ടോപ്പിക് എന്തായിരുന്നു? സ്ക്വയർ. അതായത് നമ്മൾ ട്രയാങ്കിളുകളുടെ കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി അടുത്ത നെക്സ്റ്റ് ഷേപ്പ് എന്തായിരിക്കും? സ്ക്വയർ. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? സ്ക്വയറിന്റെ ഡെഫിനിഷൻ എന്താ? രണ്ട് പാരലൽ ലൈൻസ് അതിന്റെ വിഡ്ത്ത് ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാരലൽ ലൈൻസ് റൈറ്റ് ആംഗിൾ ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? സ്ക്വയർ എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കുക, ഒരു സ്ക്വയറിന്റെ ഡെഫിനിഷൻ എന്താ? സെയിം വിഡ്ത്ത് ഉള്ള രണ്ട് പാരലൽ ലൈൻസ് 90 ഡിഗ്രിയിൽ ക്രോസ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? സ്ക്വയർ. സ്ക്വയറിന്റെ ഡെഫിനിഷൻ നമ്മൾ സാധാരണ അങ്ങനെ പറയാറ്. ഈ സ്ക്വയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒരു സ്ക്വയറിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഏതെങ്കിലും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 4 സൈഡും സെയിം ആയിരിക്കും. അതായത് ഒരു സൈഡ് എസ് ആണെങ്കിൽ അതിന്റെ 4 സൈഡ് എന്ത് തന്നെയായിരിക്കും? എസ് തന്നെയായിരിക്കും. കാരണം എല്ലാ സൈഡും സെയിം ആണ്. അതുകൂടാതെ അതിന്റെ 4 ആംഗിളും റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതിന്റെ 4 ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും 4 ആംഗിളും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിന്റെ സ്ക്വയറിന്റെ ഏരിയ നിങ്ങൾ പുതുതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു സൈഡ് എസ് ആണെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. ഒരു സൈഡ് എ ആയിട്ട് എടുത്താൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. അതായത് എ ഇൻറ്റു എ, ലെങ്ത് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, എങ്ങനെ എടുത്താലും മതി. രണ്ടും സെയിം ആയതുകൊണ്ട് എ ഇൻറ്റു എ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ കിട്ടും. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഷേപ്പ് റെക്ടാങ്കിൾ ഷേപ്പ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നതിനായിരുന്നു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു, ബി ഇൻറ്റു എച്ച് ആയിരുന്നു. ഇവിടെ ലെങ്തും എ ആണ്, ഹൈറ്റും എ ആണ്. അപ്പോൾ എ ഇൻറ്റു എ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ സ്ക്വയറിൻ്റെ എല്ലാം ഏരിയ എന്തായിട്ട് എടുക്കുന്നത്? എ സ്ക്വയർ ആയിട്ട് എടുക്കുന്നത്. അത് കൂടാതെ ഇതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കണമല്ലോ. ഒരു സൈഡ് എസ് ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള അളവെടുത്താൽ 1s + 1s + 1s + 1s നമുക്ക് എത്ര കിട്ടും? 4s എന്ന് കിട്ടും. അതായത് ഒരു സൈഡ് എന്താണോ അത് ഇൻറ്റു 4 ആയിരിക്കും എന്ത്? അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി വേറെ എന്താണുള്ളത്? അതിൻ്റെ ഡയഗണൽ. അതായത് എന്താണ് ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കൽ ഇക്വേഷൻ? ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ എന്താ? ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ് എന്ത്? ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എങ്ങനെയാണ് ഒരു ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമ്മൾ നേരത്തെ കഴിഞ്ഞത് പറഞ്ഞപ്പോഴേ ഞാനൊരു പൈതഗോറസ് ഇക്വേഷൻ പറഞ്ഞിരുന്നു. അതായത് ഒരു ഹൈപ്പോട്ടനിസ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. നമ്മൾ ഹൈപ്പോട്ടനിസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടനിസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടനിസ് സ്ക്വയർ h² എന്തായിരുന്നു? ഓപ്പോസിറ്റ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. നമ്മളിത് വേറെ ലെങ്ത് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇതല്ലേ സാധാരണ ഒരു പൈതഗോറസ് ഇക്വേഷൻ? അങ്ങനെയാണെങ്കിൽ h² കണ്ടുപിടിക്കൽ ഇവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ രണ്ട് സൈഡും എന്ത് തന്നെയാണ്? ഇവിടുത്തെ രണ്ട് സൈഡ് എന്ത് തന്നെയാണ്? എ തന്നെയല്ലേ? സെയിം സ്ക്വയർ ആയതുകൊണ്ട്. എങ്കിൽ നമുക്ക് എങ്ങനെ h² a² പ്ലസ് a² എന്ന് കിട്ടും. അതായത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ വാല്യൂ എ ആണ്, ബേസിൻ്റെ വാല്യൂ എ ആണ്. അപ്പം ഓപ്പോസിറ്റ് വാല്യൂ a² എടുത്തു, ഹൈറ്റിൻ്റെ വാല്യൂ എന്തെടുത്തു? a² എടുത്തു. അപ്പോൾ h² = a² പ്ലസ് a² എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? എച്ചിൻ്റെ വാല്യൂ a² പ്ലസ് a² മീൻസ് 2a². a² പ്ലസ് a² 2a². എങ്കിൽ അതിൻ്റെ സ്ക്വയർ ഒഴിവാക്കിയാൽ, ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? √2a² എന്ന് കിട്ടും. എന്താണ് √2a²? a² എന്ന് പറഞ്ഞാൽ സ്ക്വയർ ടൈം സ്ക്വയർ റൂട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ എന്താ വാല്യൂ? √2 അവിടെ തന്നെ കിടക്കും. a² മാത്രം സ്ക്വയർ റൂട്ടിന് പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് മാറി എ എന്ന് വരും. അതായത് √a² എന്ന് വെച്ചാൽ എന്താണ്? എ തന്നെയാണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് √2a. അതായത് എച്ചിൻ്റെ വാല്യൂ, എച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ പറഞ്ഞ ഡയഗണൽ, അതിനല്ലേ നമ്മൾ എച്ചായിട്ട് എടുത്തത്. അപ്പോൾ ഡയഗണലിൻ്റെ വാല്യൂ എന്ത് കിട്ടും? a√2 എന്ന് കിട്ടും. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഏതൊരു സ്ക്വയറിൻ്റെയും ഡയഗണലിൻ്റെ വാല്യൂ എന്തായിരിക്കും? a√2 അല്ലെങ്കിൽ √2a ആയിരിക്കും. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. നമുക്ക് ഡയഗണലിൻ്റെ വാല്യൂ എത്ര കിട്ടും? a√2 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിനാ പഠിക്കാനുള്ളൂ? ഒരു സ്ക്വയറിൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ളൂ. അതായത് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് എന്താണോ ആ സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ബേസിക് ആയിട്ടൊരു കാര്യം. ഇനി അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണോ അതിൻ്റെ സൈഡ് അതിൻ്റെ 4 ടൈംസ് മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണോ ഒരു സൈഡ് ആ സൈഡ് ഇൻറ്റു √2 ആയിരിക്കും എന്ത്? അതിൻ്റെ ഡയഗണലിൻ്റെ വാല്യൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതി ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇനി അടുത്ത് എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ആയിരിക്കും. നമുക്ക് റെക്റ്റാങ്കിൾ നോക്കാം. സ്ക്വയർ പോലെ തന്നെയാണ് റെക്റ്റാങ്കിളിൻ്റെ കാര്യം. നമ്മൾ മുമ്പ് പറഞ്ഞതേ ഉള്ളൂ റെക്റ്റാങ്കിൾ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്. എങ്കിലും ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? രണ്ട് പാരലൽ ലൈൻസ് ക്രോസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഈ പറയുന്ന റെക്റ്റാങ്കിൾ. പക്ഷേ അതിന് ഒരു ഡെഫിനിഷൻ ഒന്നും കൂടി പറയണം. ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ വിഡ്ത്ത്
സെയിം ആകരുത്. അതായത് ഈ പാരലലിന്റെ വിഡ്ത്ത് ആകരുത് ഈ പാരലലിന്റെ വിഡ്ത്ത്. അത് ക്രോസ് ചെയ്യുന്ന ഉറപ്പായിട്ട് എന്തായിരിക്കണം? ഒരു റൈറ്റ് ആംഗിളിലായിരിക്കണം ക്രോസ് ചെയ്തിരിക്കേണ്ടത്. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ആണെന്ത്? ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിഡ്ത്ത് സെയിം അല്ലാത്ത രണ്ട് പാരലൽ ലൈൻസ് 90 ഡിഗ്രിയിൽ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പാണെന്ത്? റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞത്. എങ്കിൽ റെക്റ്റാങ്കിളിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിളുകൾ അല്ലെങ്കിൽ അതിന്റെ സൈഡുകളെല്ലാം എത്ര തന്നെയായിരിക്കും? നേരത്തെ പോലെ തന്നെ 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ 4 സൈഡുകളും എന്ത് തന്നെയായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. 4 സൈഡ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ അതിന്റെ വേറെ പ്രത്യേകിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ അഡ്ജസൻറ്റ് സൈഡ് ഒരിക്കലും എന്താവില്ല? സെയിം ആവില്ല. അഡ്ജസൻറ്റ് സൈഡും കൂടി സെയിം ആയാൽ അതെന്താവും? സ്ക്വയർ ആയിപ്പോകും. അതുകൊണ്ട് അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞ റെക്റ്റാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും റെക്റ്റാങ്കിളിന്റെ 4 സൈഡും സെയിം ആയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ക്വയർ എന്ന് വിളിക്കാം. അതൊക്കെ നമുക്കറിയാം. ഇനിയെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞതായിരുന്നു ബേസിന്റെ ഹൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ ഹൈറ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും. അതുകൊണ്ട് ഏരിയ ഈസിക്കൽ ടു എൽ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ? ഏരിയ ഈസിക്കൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അതിന്റെ ഡയഗണൽ ഡീകലിക്കേഷൻ എന്താ? ഡയഗണൽ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് ലെങ്ത് സ്ക്വയർ പ്ലസ് വിഡ്ത്ത് സ്ക്വയർ. ആ രീതി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റെക്റ്റാങ്കിളിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാനും പറ്റും. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം നമുക്ക് സാധാരണ ലെങ്തും ബ്രെഡ്ത്തും വെച്ച് ഡയഗണലിന്റെ ഏരിയ കണ്ടുപിടിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. പക്ഷേ എക്സാമിന് ഇത് മാത്രമല്ല, ഇതിന് ആംഗിൾ വെച്ചിട്ടും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അതിന്റെ ആംഗിളിന്റെ കാര്യം ഞാൻ പിന്നെ അടുത്ത എടുക്കുമ്പോൾ പറയാം. തൽക്കാലം നമുക്ക് അടുത്ത ഷേപ്പിലേക്ക് പോകാം. അടുത്ത ഷേപ്പ് എന്താ? ട്രപ്പേസിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് ട്രപ്പേസിയത്തിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? പാരലായിരിക്കും. ഏതെങ്കിലും ട്രപ്പേസിയത്തിന്റെ ഇക്വേഷൻ എന്താ? അതിൽ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കണം? പാരലായിരിക്കണം. ബാക്കി 2 സൈഡ് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഷേപ്പ് വന്നാലും കുഴപ്പമില്ല. ഒരു സൈഡ് മാത്രം അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സൈഡ് മാത്രം എന്തായിരിക്കണം? പാരലായിരിക്കണം. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈഡ് മാത്രം പാരലായിട്ടുള്ള ഏത് ഷേപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രപ്പേസി എന്ന് വിളിക്കാം. ഇങ്ങനെ വന്നാലും മതി, ഇങ്ങനെ വന്നാലും മതി, ഏത് രീതി വന്നാലും അങ്ങനെ ഷേപ്പുള്ള നമ്മൾ എന്ത് വിളിക്കും? ട്രപ്പേസി എന്ന് വിളിക്കും. എങ്കിലും ട്രപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കൽ ഇക്വേഷൻ, ട്രപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ്. അതായത് ഈ പാരലായിട്ടുള്ള ലൈൻസിന്റെ ഒരു സൈഡിനെ നമ്മൾ എ എന്നും മറ്റേ സൈഡിനെ ബി എന്നും വിളിച്ചാൽ ഈ 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഒരു ട്രപ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏതെങ്കിലും 2 പാരലൽ ലൈൻ വേണം, 2 ലൈൻ പാരലായിരിക്കണം, ബാക്കി 2 ലൈൻ എങ്ങനെയായാലും മതി. ഈ പാരലായിട്ടുള്ള ലൈൻസിന്റെ ഒരെണ്ണത്തിന്റെ ലെങ്ത് എ ആയിട്ടും അടുത്തതിന്റെ ലെങ്ത് ബി ആയിട്ടും ആ 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഹൈറ്റിനെ എച്ച് ആയിട്ടും എടുത്താൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. പഠിക്കാൻ എളുപ്പമാണ്. ഈ രീതി പഠിച്ചാലും മതി. ഇനി അതിന്റെ ഏരിയ എങ്ങനെ കിട്ടി എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കിയേ. ഏതെങ്കിലും ട്രപ്പേസിന് നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് മാറ്റിക്കൂടെ? അത് ഇതിന് ലെഫ്റ്റ് സൈഡ് ഒരു ട്രയാങ്കിൾ കിട്ടും, റൈറ്റ് സൈഡ് ഒരു ട്രയാങ്കിൾ കിട്ടും. ഇത് സൈഡ് എ ആയിരുന്നു, വലിയ സൈഡ് ബി. അതായത് ഈ പാരലൽ ലൈൻസിന്റെ മുകളിൽ എ എഴുതി, താഴെ ബി എഴുതി. എങ്കിൽ ഈ ഡയഗണലിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ പഴയ ഇക്വേഷൻ വെച്ചിട്ട് ഹാഫ് ഇൻറ്റു എ എച്ച് എന്ന് കിട്ടും. ഇവിടെ ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് കിട്ടും. ഒരു സൈഡ് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു എ എച്ച് കിട്ടി. ഒരു സൈഡ് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു ബി എച്ച് കിട്ടി. എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു എ എച്ച് പ്ലസ് ഹാഫ് ഇൻറ്റു ബി എച്ച് ചെയ്താൽ പോരെ? അതായത് ആ ഹാഫ് പുറത്തെടുത്താൽ ഹാഫ് ഇൻറ്റു എച്ച് പ്ലസ് എ പ്ലസ് ബി എന്ന് കിട്ടും. അതായത് ഹാഫ് ഇൻറ്റു 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് എന്ന് കിട്ടും. ഇത് ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്നത്? ഒരു ട്രപ്പേസിയത്തിന്റെ ഏരിയ കിട്ടുന്നത്. എങ്ങനെയായിരുന്നു? ഈ ഒരു ട്രപ്പേസിന് 2 ഈക്വൽ എന്താക്കി മാറ്റി? ഈക്വൽ ഏരിയയുള്ള 2 ട്രയാങ്കിൾ ആക്കി കൺവേർട്ട് ചെയ്തു. ഈ ഏരിയ നമുക്ക് എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു എ എച്ച് കിട്ടും. ഈ ഏരിയ നമുക്ക് എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു ബി എച്ച് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ സോൾവ് ചെയ്താൽ മതി. മുമ്പ് സോൾവ് ചെയ്തില്ലേ? അതുപോലെ ഏരിയ സോൾവ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു എ എച്ച് കിട്ടും, ഇവിടെ ഹാഫ് ഇൻറ്റു ബി എച്ച് കിട്ടും. എന്നുവെച്ചാൽ ഇതിന്റെ ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. 2 ട്രയാങ്കിളിന്റെയും ബേസും ഹൈറ്റും നമുക്ക് അറിഞ്ഞൂടെ? ഏതൊരു ട്രയാങ്കിളിന്റെയും ബേസും ഹൈറ്റും അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഈ ബേസ് ബി അല്ലേ, ഈ ഹൈറ്റ് എച്ച് അല്ലേ, അപ്പം ബി ഇൻറ്റു എച്ച് ഹാഫ് ബി എച്ച് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഈ ഒരു ട്രയാങ്കിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഈ എച്ച് അല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? ഈ സ്ലാൻഡ് ആയിട്ടാണെങ്കിൽ ഹൈറ്റ് കിട്ടിയില്ലേ? അതിന്റെ ബേസ് നമുക്ക് അറിഞ്ഞു എ ആയിട്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു എ ചെയ്താൽ ഈ ട്രയാങ്കിൾ ഏരിയ കിട്ടി. അങ്ങനെ ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ മുഴുവനായിട്ടുള്ള ട്രപ്പേസിയത്തിന്റെ ഏരിയ കിട്ടത്തില്ലേ? അതാണ് എൻ്റെ ലോജിക്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഹാഫ് എ എച്ച് പ്ലസ് ഹാഫ് ബി എച്ച്, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. ഇതല്ലേ അതിൻ്റെ ഏരിയ. അപ്പം ഈ ട്രപ്പേസിയം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും അധികം ആർക്കും അറിയില്ലായിരിക്കാം, പക്ഷെ അത്ര എളുപ്പമാണിത്. ഈ രീതിയിലൊക്കെ ചിന്തിച്ചാൽ മതി.
ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. നമ്മൾ വലുതായിട്ട് കാണാതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നീ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താ ഫിഗർ എന്ന്. അടുത്ത് എന്തായിരുന്നു? പാരലലോഗ്രാം. എന്തായിരുന്നു പാരലലോഗ്രാമിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സ്ക്വയറിൻ്റെയും അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് റെക്റ്റാങ്കിളിനെ ഒന്ന് ചരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പാരലലോഗ്രാം കിട്ടും. നമുക്ക് പലർക്കും അറിയാം റെക്റ്റാങ്കിളിനെ ഒന്ന് ചെറുതായിട്ടും ചരിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പാരലലോഗ്രാം കിട്ടും. എങ്കിൽ ഈ പാരലലോഗ്രാമിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? രണ്ട് പാരലൽ ലൈൻസ്, അതിൻ്റെ വിഡ്ത്ത് സെയിം അല്ലാത്ത രണ്ട് പാരലൽ ലൈൻസ് 90 ഡിഗ്രി അല്ലാതെ, അതായത് റൈറ്റ് ആംഗിൾ അല്ലാതെ കട്ട് ചെയ്ത് പോയാൽ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? പാരലലോഗ്രാം എന്ന് പറയുന്നത്. വിഡ്ത്ത് സെയിം അല്ലാത്ത രണ്ട് പാരലൽ ലൈൻസ് 90 ഡിഗ്രി അല്ലാതെ കട്ട് ചെയ്ത് പോയാൽ, ക്രോസ് ചെയ്ത് പോയാൽ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? പാരലലോഗ്രാം. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിച്ചേക്കുക. അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും ചോദിക്കില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏതൊരു പാരലലോഗ്രാമിൻ്റെയും ബേസ് ലെങ്തും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. അതായത് എന്താണോ ആ ബേസ് ലെങ്ത്, ആ ബേസ് ലെങ്തിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഏരിയ കിട്ടും. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ രണ്ട് ക്രോസ് ചെയ്ത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആക്കുന്നു. നമുക്ക് ഹൈറ്റ് അറിയാം, ബേസ് അറിയാം. ഇവിടെ ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. കാരണം ബേസ് രണ്ട് സെയിം അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഇതിൻ്റെയും ഏരിയ കിട്ടും. അതായത് ഹൈറ്റ് നമുക്ക് h ആയിട്ട് എടുത്തു, ബേസ് b ആയിട്ട് എടുത്തു. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഹാഫ് BH ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയായിരിക്കും? ഹാഫ് BH ആയിരിക്കും. കാരണം ഇവിടെ ബേസ് b ആണെങ്കിൽ ഒരു ഉറപ്പായിട്ട് ഇവിടെ എന്തായിരിക്കും? ബേസ് b തന്നെയായിരിക്കും. ഹൈറ്റ് ഇവിടെ എന്ത് തന്നെയായിരിക്കും? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? റൈറ്റ് ആംഗിൾ അല്ല, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? h തന്നെയായിരിക്കും. കാരണം ഇവിടെ h ആണെങ്കിൽ ഇത് h ആവണ്ടേ? രണ്ട് പാരലൽ ലൈൻസ് അല്ലേ? ഐഡിയ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെയും ഏരിയ നമുക്ക് എത്ര കിട്ടും? ഹാഫ് BH കിട്ടും. അപ്പോൾ ഹാഫ് BH പ്ലസ് ഹാഫ് BH നമുക്ക് എത്ര കിട്ടും? ആൻസർ BH എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു പാരലലോഗ്രാമിൻ്റെ ഏരിയ BH ആണെന്ന് കാണാതെ പഠിക്കുന്നത്. അതിൻ്റെ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇത് നമുക്ക് ഒരു ബേസും ഒരു ഹൈറ്റും തന്നാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആംഗിളുകൾ വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആംഗിൾ വെച്ചും കണ്ടുപിടിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ ഒരു പാരലലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നേരത്തെ റെക്റ്റാങ്കിളൊക്കെ പറഞ്ഞു എൻ്റെ 4 ആംഗിളും എന്തായിരിക്കും? 90 തന്നെ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഇന്നർ ആംഗിളിൻ്റെ സം എത്രയെന്നൊക്കെ നമുക്കറിയാം. ഒരു റെക്റ്റാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും പാരലലോഗ്രാം ആയാലും അതിൻ്റെ എല്ലാം ഇന്നർ ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാരലലോഗ്രാം ആണെങ്കിലും അതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം നമുക്ക് എത്ര തന്നെ കിട്ടും? 360 തന്നെ കിട്ടും. പക്ഷേ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് മാത്രം ഓർത്ത് വെച്ചേക്കുക. ഒരു പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് കൂടാതെ തന്നെ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, ഏതെങ്കിലും ഒരു പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് എന്ത് തന്നെയായിരിക്കും? 180 ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എക്സാമിന് ചിലപ്പം ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് അതിൻ്റെ ആംഗിളുകൾ വെച്ച് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. അഡ്ജസൻറ്റ് ആംഗിൾ ഉറപ്പായിട്ട് എന്തായിരിക്കും? 180 ആയിരിക്കും. അതിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. ടോട്ടൽ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. സം ഓഫ് ആംഗിൾ അഡ്ജസൻറ്റ് സൈഡ് അത് എത്രയായിരിക്കും? 180 ആയിരിക്കും. ഒന്ന് കൂട്ടി നോക്കി. നമ്മൾ സപ്പോസ് ഇങ്ങനെ വിചാരിച്ചു, ഏതെങ്കിലും ഒരു പാരലൽ ലൈൻസ് ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. ഇങ്ങനെയല്ലേ പാരലലോഗ്രാം കിട്ടുന്നത്? വലുതായിട്ട് വരയ്ക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. നമുക്കറിയാത്തൊരു കാര്യമാണ്, ഈ ആംഗിൾ ഒരു എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാരലൽ ലൈൻസ് കട്ട് ചെയ്ത് പോകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കത്തില്ലേ? അത് കൂടാതെ തന്നെ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. കാരണം ഇത് രണ്ടും പാരലൽ ലൈൻസ് അല്ലേ? അതുകൊണ്ട് ഈ ആംഗിൾ എന്താണോ അത് തന്നെയായിരിക്കും ഈ ആംഗിൾ. എങ്കിൽ വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതെന്തായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഈ രണ്ട് ലൈനും പാരലായതുകൊണ്ട് തന്നെ ഇതേ കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇതും എക്സ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ എക്സ് ആയിരിക്കും. ഇതും എക്സ് ആയിരിക്കും. ഇതും എക്സ് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പാരലലോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ രണ്ട് സെയിം അല്ലേ? എക്സ് അല്ലേ? അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എക്സ് ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഈ ആംഗിൾ എക്സ് ആയതുകൊണ്ട് ഇത് സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഇവിടെ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതായത് നമ്മളിവിടെ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. അതായത് ഏതെങ്കിലും രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കി 180 മൈനസ് എക്സ് പ്ലസ് എക്സ് രണ്ട് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് എക്സ് പ്ലസ് എക്സ് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇത് രണ്ടും ആഡ് ചെയ്തെങ്കിലോ 180 മൈനസ് എക്സ് പ്ലസ് എക്സ് അവിടെ നമുക്ക് സം എത്ര കിട്ടും? 180 തന്നെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കിയേ,
ഇവിടെ നമ്മൾ രണ്ടും ആഡ് ചെയ്ത് നോക്കി 180 - x + x. ഇവിടെ എത്ര കിട്ടി? 180 കിട്ടി. റൈറ്റ് സൈഡ് ആഡ് ചെയ്ത് 180 - x + x. ഇവിടെ നമുക്ക് 180 കിട്ടി. ടോട്ടൽ സം നമുക്ക് എത്ര കിട്ടും? 360 തന്നെ കിട്ടത്തില്ലേ? അതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താലല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മുകളിൽ 180 കിട്ടും, താഴെ 180 കിട്ടും. സം നമുക്ക് എത്ര കിട്ടും? 360 തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പാരലലോഗ്രാമിൽ പഠിച്ചു വെച്ചേക്കുക. കാരണം എക്സാമിന് പല രീതി ചോദിക്കാം. ഏതെങ്കിലും ആംഗിൾ വന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സമ്മ വന്നിട്ട് ചോദിക്കാം. അപ്പോൾ എങ്ങനെ രീതി ചോദിച്ചാലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ, റോംബസ്. അതും കൂടി നോക്കാം. എന്തായിരുന്നു റോംബസ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ക്വയറിനെ നമ്മൾ ചെറുതായിട്ട് ടിൽറ്റ് ചെയ്താൽ കിട്ടുന്ന രൂപമാണ് എന്ത്? റോംബസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് സെയിം വിഡ്ത്തുള്ള പാരലൽ ലൈൻസ് 90 ഡിഗ്രി അല്ലാതെ ക്രോസ് സെക്ട് ചെയ്ത് പോയാൽ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? ഒരു റോംബസ് എന്ന് പറഞ്ഞാൽ. അതായത് സെയിം വിഡ്ത്തുള്ള പാരലൽ ലൈൻസ് 90 ഡിഗ്രി അല്ലാതെ, റൈറ്റ് ആംഗിൾ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന ഷേപ്പാണ് എന്ത്? റോംബസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെ 4 സൈഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ സ്ക്വയർ പറഞ്ഞ കണക്ക് തന്നെ സ്ക്വയറിൽ നിന്ന് ചരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റോംബസ് കിട്ടും. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി? റോംബസ് എന്ന് പറഞ്ഞാൽ അതിന്റെ 4 സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ ആംഗിളുകളൊന്നും എന്താവത്തില്ല? 90 ഡിഗ്രി ആവില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. ബാക്കിയുള്ള ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. അതിന്റെ ഇന്നർ ആംഗിൾ സമത്രയായിരിക്കും. ഈ പറഞ്ഞ 360 ഡിഗ്രി ആയിരിക്കും. അതല്ലാണ്ട് ഈ പറയുന്ന റോംബസിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം കൂടി ഉണ്ട്. ഈ റോംബസിന്റെ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഏരിയ കണ്ടുപിടിക്കുന്നത് റോംബസിന്റെ ഡയഗണൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ എങ്ങനെയാണ് ഡയഗണൽ വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒരു റോംബസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 3 രീതിയിൽ ചോദിക്കാം. ഒന്ന്, അതിന്റെ ലെങ്തും ഡയഗണലും തരും. അതായത് അതിന്റെ ഡയഗണലിന്റെ ലെങ്ത് മാത്രം തരും. 2 ഡയഗണൽ ലെങ്ത് മാത്രം തരും. അത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ആ ഡയഗണൽ 1 × ഡയഗണൽ 2/2 ആയിരിക്കും അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ആൻസർ. ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് 2 ഡയഗണൽ മാത്രം തന്നു. ഇതൊരു ഡയഗണൽ D1, ഇതൊരു ഡയഗണൽ D2. 2 ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഡയഗണൽ മാത്രം വെച്ച് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക ഇക്വേഷൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ D1 D2/2 ആയിരിക്കും അതിന്റെ ഏരിയ. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതല്ലേ ഒരു ഡയഗണൽ D1, ഇതല്ലേ ഒരു ഡയഗണൽ D2. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇതിനെ ഞാൻ ഈക്വൽ ആയിട്ടും കട്ട് ചെയ്ത് മാറ്റി വിചാരിക്കാം. അപ്പോൾ ഇതൊരു D1/2ഉം ഇത് വീണ്ടും ഒരു D1/2ഉം ഇതൊരു D2/2ഉം ഇതൊരു D2/2 ആയില്ലേ? 4 ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ ഇപ്പം കിട്ടുന്നത്? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ 4 ഈക്വൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയില്ലേ? ഏതെങ്കിലും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ അറിയാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏരിയ എത്രയായിരുന്നു? ½ × ബേസ് × ഹൈറ്റ് ആയിരുന്നു അല്ലേ? എങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏരിയ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ½ × അതിന്റെ ബേസ് ലെങ്ത് എത്രയാ? D2/2. അതിന്റെ ഹൈറ്റ് എത്രയാ? D1/2 × D1/2. ഇതല്ലേ ഒരെണ്ണത്തിന്റെ ഏരിയ. ഇതുപോലെ ഈ 4 എണ്ണത്തിന്റെ ഏരിയ സെയിം ½ × D1/2 × D2/2 ആയിരിക്കും. എങ്കിൽ ഇതിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏരിയ എത്രയായിരിക്കും? 1/2 × D1 D2/4 എന്ന് കിട്ടും. ഇതല്ലേ ഒരെണ്ണത്തിന്റെ ഏരിയ. പക്ഷെ എങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 ഇല്ലേ? അപ്പോൾ 4 എണ്ണത്തിന്റെ ഏരിയ × 4 ചെയ്യണ്ടേ? എങ്കിൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടിയില്ലേ? ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ എത്ര കിട്ടി? ഈ /4 കട്ട് ചെയ്ത് പോയി D1 D2/2 എന്ന് കിട്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റോംബസിന്റെ ഏരിയ ഡയഗണൽ വെച്ച് കണ്ടുപിടിക്കുന്നത്. D1 D2/2. സാധാരണ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന അതേ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ രീതി സോൾവ് നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഡയഗണൽ മാത്രം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന മെത്തേഡായി. രണ്ടാമതിന് അതിന്റെ ഒരു സൈഡും ഹൈറ്റും തരും. അതായത് ഒരു റോംബസ് ആണ് സംഭവം, പക്ഷേ അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് തരും, 7 ലെങ്ത് തരും. ഇതിന്റെ ഹൈറ്റ് H തരും. എങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ പറഞ്ഞ മറ്റേതിന്റെ പാരലലോഗ്രാമിന്റെ കാര്യത്തിൽ നമ്മളിത് പറഞ്ഞിരുന്നു. അതായത് ലെങ്തും ഒരു ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കിട്ടും? അതിന്റെ ബേസിന്റെ ഹൈറ്റ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. A × H ചെയ്താൽ ആ റോംബസിന്റെ ഏരിയ കിട്ടും. ഇനി മൂന്നാമത് അതിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ ആംഗിൾ തരും. അതായത് ഏതെങ്കിലും ഒരു സൈഡും തരും, അതിന്റെ ആംഗിളുകൾ തരും. എങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഏരിയ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഈ A തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, എത്ര ആംഗിൾ ആണെന്ന്. എങ്കിൽ A² × sin A, അതായത് ഈ ഓപ്പോസിറ്റ് ആംഗിൾ, വലിയ ആംഗിൾ ഉണ്ടല്ലോ, ആ വലിയ ആംഗിൾ എടുക്കുക. A² ഇവിടെ ആണെങ്കിൽ A² × sin A ചെയ്താൽ മതി. സൈൻ ഈ വലിയ ആംഗിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഏരിയ കിട്ടും. അങ്ങനെ സാധാരണ ഇവിടെ ബാങ്ക് എക്സാം ചോദിക്കാറില്ല. അതല്ലെങ്കിൽ A² × sin B, ഈ പറഞ്ഞ ചെറിയ ആംഗിൾ ചെയ്താലും മതി. ഒന്നുകിൽ A² × sin A ചെയ്യുക, അല്ലെങ്കിൽ A² × sin B ചെയ്യുക. ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ഏരിയ കിട്ടും. ഈ
ആംഗിൾ വെച്ചുള്ള കാര്യമൊന്നും എക്സാമിന് സാറിന് ചോദിക്കാറില്ല. പക്ഷേ ഈ ഡയഗണൽ വെച്ച് കണ്ടുപിടിക്കുന്ന കാര്യവും ഈ ബേസിന്റെ ഹൈറ്റ് വെച്ച് ചെയ്യുന്ന കാര്യം സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ശരി, എങ്കിൽ ബൈ.